നമസ്കാരം. ഡൊണാൾഡ് ട്രംപോ ജോ ബൈഡനോ? അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അമേരിക്കക്കാർ തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുകയാണ്. അമേരിക്കയിൽ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ തന്ത്രങ്ങളുമൊക്കെ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന ഈ സമയത്ത് ഏറ്റവും അധികം പ്രാധാന്യമർഹിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലം ഏതാണ്? അത് അമേരിക്കയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന വാഷിങ്ടൺ DC ആണ്. എല്ലാവർക്കും സ്വാഗതം. സവാരിയിൽ നമ്മളിന്ന് എത്തി നിൽക്കുന്നത് വാഷിങ്ടൺ DCയിലാണ്. വാഷിങ്ടൺ DC പലവിധ പ്രാധാന്യങ്ങളുള്ള സ്ഥലമാണ്. ഒന്നാമതായി അമേരിക്കൻ ക്യാപിറ്റൽ ഇവിടെയാണ്. നമ്മുടെ നാട്ടിൽ പാർലമെൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ജനപ്രതിനിധികൾ ഒത്തുകൂടുകയും തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ചെയ്യുന്ന സ്ഥലം. US സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും ഇവിടെയാണ് ഒരുമിച്ച് കൂടുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ചരിത്രം കാണിക്കുന്ന ഒരു നല്ലൊരു മ്യൂസിയം കൂടിയാണ് US ക്യാപിറ്റൽ. ഈ കൊറോണ കാലത്തിന് മുമ്പ് 3 മില്യൺ മുതൽ 5 മില്യൺ വരെ സന്ദർശകർ ഇവിടെ ഒരു വർഷം വിസിറ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. 4 ഏക്കറിൽ പരന്നു കിടക്കുന്ന 19ാം നൂറ്റാണ്ടിലെ നിയോക്ലാസിക്കൽ ആർക്കിടെക്ചറിൽ പണിതുയർത്തിയ മനോഹരമായിട്ടുള്ള വാഷിങ്ടൺ DCയിൽ ഒരു ലാൻഡ്മാർക്കാണ് US ക്യാപിറ്റൽ. രണ്ടാമതായിട്ട് അമേരിക്കയുടെ സുപ്രീം കോർട്ടും വാഷിങ്ടൺ DCയിലാണ്. പലവിധമായ ചരിത്ര സ്ഥലങ്ങളും മോണുമെൻറ്റ്സും ഒക്കെയുള്ള സ്ഥലമാണ് വാഷിങ്ടൺ DC. പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം, ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു വ്യക്തി, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി താമസിക്കുന്നത് ഇവിടെയാണ് എന്നുള്ളതാണ്. മറ്റാരുമല്ല, ഡൊണാൾഡ് ട്രംപ് താമസിക്കുന്നത് ഇവിടെയുള്ള വൈറ്റ് ഹൗസിലാണ്. സവാരിയിൽ നമ്മളിന്ന് വൈറ്റ് ഹൗസ് ഒന്ന് നോക്കിക്കാണാൻ പോവുകയാണ്. വാഷിങ്ടൺ DCയിലെ പെൻസിൽവേനിയ നോർത്ത് വെസ്റ്റ് അവന്യൂ എന്ന് പറയുന്ന സ്ഥലം വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. കാരണം 1600 പെൻസിൽവേനിയ നോർത്ത് വെസ്റ്റ് അവന്യൂവിലാണ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പബ്ലിക് പാർക്കിനുള്ളിലാണ് ഇവിടുത്തെ പ്രസിഡൻറ്റ് താമസിക്കുന്നത് എന്നുള്ളതാണ്. പ്രസിഡൻസ് പാർക്ക് എന്നറിയപ്പെടുന്ന 82 ഏക്കർ വിശാലമായിട്ട് കിടക്കുന്ന പാർക്കിനുള്ളിലാണ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വാഷിങ്ടൺ DCയിലെ ഏറ്റവും അധികം സുരക്ഷാ ക്രമീകരണമുള്ള ഒരു സ്ഥലമാണ് ഈ വൈറ്റ് ഹൗസും ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രസിഡൻസ് പാർക്കും. ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണത്തിന് ചുമതല കൊടുത്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സീക്രട്ട് സർവീസിനാണ്. ഏകദേശം 3200ഓളം സ്പെഷ്യൽ ഏജൻസിനെയാണ് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ 1300ഓളം യൂണിഫോംഡ് ഓഫീസേഴ്സിനെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഈ പ്രസിഡൻസ് പാർക്ക് പബ്ലിക്കിന് ഓപ്പണാണ്. അതായത് ഈ വൈറ്റ് ഹൗസും ഇതിനോട് ചേർന്നുള്ള പ്രസിഡൻസ് പാർക്കിനെയും ഒക്കെ ഇവിടെ കണക്കാക്കിയിരിക്കുന്നത് അമേരിക്കൻ ഡെമോക്രസിയുടെ ഒരു സിമ്പലായിട്ടാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് എപ്പോഴും ഇവിടെ വരുന്നതിനും സമയം ചെലവഴിക്കുന്നതിനുമൊക്കെയുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഈ ഹാളോവിൻ പോലെയുള്ള അമേരിക്കയിലെ മിക്ക വിശേഷ ദിവസങ്ങളും ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. വൈറ്റ് ഹൗസിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തി ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതിനൊക്കെ പബ്ലിക്കിന് വരുന്നതിനും പങ്കെടുക്കുന്നതിനുമൊക്കെയുള്ള അവസരങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ പ്രസിഡൻസ് പാർക്കിനുള്ളിലേക്ക് നടന്ന് ഇതിനകത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഈ പ്രസിഡൻസ് പാർക്കിനുള്ളിൽ വൈറ്റ് ഹൗസിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ചില ബിൽഡിങ്ങുകളുമുണ്ട്. ട്രഷറി ബിൽഡിംഗ് ഇവിടെ ഉണ്ട്, ഐസൻഹവർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഹൗസ് വിസിറ്റർ സെൻറ്റർ ഇവിടെയുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഇവിടെ നിന്നുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് തല ഉയർത്തി നിൽക്കുന്ന പ്രൗഢഗംഭീരമായിട്ടുള്ള വൈറ്റ് ഹൗസിൻ്റെ ഈ കാഴ്ച തന്നെയാണ്. 132 റൂമുകളും 35 ബാത്റൂമുകളും ഒക്കെയുള്ള ഒരു വലിയ മാൻഷനാണ് ഈ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. 6 എലവേറ്ററുകൾ ഇതിനകത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വായിച്ചത് $400 മില്യൺ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ തന്നെ പറയുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂ മാത്രമല്ല, ഇതിൻ്റെ ചരിത്രപരമായ പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഇതിൻ്റെ വാല്യൂ. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിലൊക്കെ കൂടുതലായിരിക്കും വൈറ്റ് ഹൗസിൻ്റെ വാല്യൂ. ഇപ്പോൾ ഹാളോവിൻ്റെ സമയമായതുകൊണ്ട് ഹാളോവിൻ ഡെക്കറേഷനൊക്കെ വൈറ്റ് ഹൗസിന് മുമ്പിൽ ചെയ്തിരിക്കുകയാണ്. അതാണ് പല കളർഫുള്ളായിട്ട് ഈ വൈറ്റ് ഹൗസ് കാണുന്നത്. ഈ വൈറ്റ് ഹൗസിന് വേണ്ടി ആദ്യം ശ്രമം നടത്തിയത് 1791 അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് ജോർജ് വാഷിങ്ടനാണ്. അദ്ദേഹം 1791 പല വൈറ്റ് ഹൗസിന് വേണ്ടിയുള്ള പല ഡിസൈനുകൾ ക്ഷണിച്ചു. അതിൽ നിന്ന് ഒരു കോമ്പറ്റീഷനിലൂടെ തിരഞ്ഞെടുത്തത് ഒരു ഐറിഷുകാരനായ ജെയിംസ് ഹോബാൻ എന്ന് പറയുന്ന ആർക്കിടെക്റ്റിൻ്റെ ഒരു ഡിസൈനാണ്. അപ്പോൾ ഒരു ഐറിഷുകാരനാണ് ഈ വൈറ്റ് ഹൗസ് ഡിസൈൻ ചെയ്തത്. പിന്നീട് 8 വർഷം കൊണ്ട് ജെയിംസ് ഹോബാൻ ഈ വൈറ്റ് ഹൗസിൻ്റെ പണി പൂർത്തിയാക്കി. പക്ഷേ 1799 ജോർജ് വാഷിങ്ടൺ മരണമടയുകയും അദ്ദേഹത്തിന് ഈ വൈറ്റ് ഹൗസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റിയില്ല. വൈറ്റ് ഹൗസിലോട്ട് ആദ്യം കയറി താമസിച്ച അമേരിക്കൻ പ്രസിഡൻറ്റ്, രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് ജെയിംസ് ആഡം എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രസിഡൻ്റാണ് വൈറ്റ് ഹൗസിലോട്ട് കയറി താമസിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ്. പിന്നീട് 1812 ബ്രിട്ടീഷുകാരുമായി നടന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേന വാഷിങ്ടൺ DCയിലെ മിക്ക കെട്ടിടങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ അവർ തീയിട്ട് നശിപ്പിച്ചു. അങ്ങനെ അവർ വൈറ്റ് ഹൗസിനും തീയിട്ടു. വൈറ്റ് ഹൗസ് ഏറെക്കുറെ പൂർണ്ണമായും കത്തി നശിച്ചു. ഈ വൈറ്റ് ഹൗസ് ഡിസൈൻ ചെയ്ത ജെയിംസ് ഹോബനെ തന്നെയാണ് ഇതിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ പണികളും ഏൽപ്പിച്ചത്.
അങ്ങനെയാണ് ഈ തീയിട്ട് നശിപ്പിച്ച കറുത്ത പാടുകൾ കാണാതിരിക്കാനാണ് വൈറ്റ് ഹൗസിന് ആദ്യമായി വെള്ള പെയിൻ്റ് അടിച്ചത്. അന്ന് മുതലാണ് ഇത് വൈറ്റ് ഹൗസ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അതിനു മുമ്പ് പ്രസിഡന്റ് പാലസ് എന്നും പ്രസിഡൻഷ്യൽ മാൻസൺ എന്നൊക്കെയുള്ള പേരിലാണ് ഈ ബിൽഡിംഗ് അറിയപ്പെട്ടിരുന്നത്. 2016 ഇലക്ഷൻ്റെ സമയത്ത് അന്ന് നടന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ അന്നത്തെ ഫസ്റ്റ് ലേഡി മിഷേൽ ഒബാമ ഒരു പ്രസംഗം നടത്തി. അന്ന് അവർ പറഞ്ഞു, "ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് ഇൻ എ ഹൗസ് ദാറ്റ് വാസ് ബിൽറ്റ് ബൈ സ്ലേവ്സ്. And I watched my 2 daughters, 2 beautiful, intelligent young women playing with their dogs on the White House lawn." പറഞ്ഞതിങ്ങനെയാണ്, ഞാൻ എന്നും ഉറക്കമുണരുന്ന വീട് അടിമകളെ കൊണ്ട് പണി കഴിപ്പിച്ച ഒരു വീടാണ്. പക്ഷേ ഞാൻ കാണുന്ന കാഴ്ച, എൻ്റെ 2 പെൺകുട്ടികൾ, കറുത്ത വർഗ്ഗക്കാരായ എൻ്റെ പെൺകുട്ടികൾ, സുന്ദരികളും ഇൻ്റലിജൻറ്റുമായിട്ടുള്ള ഈ പെൺകുട്ടികൾ വൈറ്റ് ഹൗസിൻ്റെ മുന്നിലെ പുൽമൈതാനത്ത് തങ്ങളുടെ നായ്ക്കുട്ടികളുമൊത്ത് കളിക്കുന്ന കാഴ്ചയാണ് എന്നും രാവിലെ ഞാൻ കാണുന്നത് എന്നാണ്. അത് പറയുന്നതിന് ഒരു കാരണമുണ്ട്. വൈറ്റ് ഹൗസ് ഡിസൈൻ ചെയ്തതും പണി കഴിപ്പിച്ചതുമൊക്കെ മറ്റുള്ള ആളുകളാണെങ്കിലും ഈ ബിൽഡിംഗ് പണിയുന്നതിന് പുറകിലെ അധ്വാനം മുഴുവൻ ചെയ്തത് അന്നത്തെ ആഫ്രിക്കൻ അമേരിക്കൻ അടിമകളായിരുന്നു. മറ്റൊരു രസകരമായ കാര്യം കേട്ടത്, പുതിയ അമേരിക്കൻ പ്രസിഡൻറ്റ് സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ ഉടൻ 5 മണിക്കൂറുകൾ കൊണ്ടാണ് പഴയ പ്രസിഡൻറ്റിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി പുതിയ പ്രസിഡൻറ്റ് ഇങ്ങോട്ട് കയറി താമസിക്കുന്നതിന് 5 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. പുതിയ പ്രസിഡൻറ്റിൻ്റെയും ഫാമിലിയുടെയും ഡിമാൻഡുകൾ അനുസരിച്ച് പെയിൻറ്റുകൾ മാറ്റുകയും ഫർണിച്ചറുകൾ ക്രമീകരിക്കുകയും കുട്ടികൾക്കുള്ള റൂമുകൾ റെഡിയാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് ഈ 5 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ പഴയ പ്രസിഡൻ്റ് സാധനങ്ങളെല്ലാം എത്തേണ്ടിടത്ത് എത്തിക്കണം. പുതിയ പ്രസിഡൻ്റ് സാധനങ്ങൾ ഇതിനകത്താക്കി ക്രമീകരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വായിച്ചത്, വൈറ്റ് ഹൗസിൽ താമസിക്കുന്നതിന് അമേരിക്കൻ പ്രസിഡൻറ്റിന് റെൻറ്റ് കൊടുക്കണ്ട എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനകത്ത് കഴിക്കുന്ന ഫുഡിൻ്റെയും പാർട്ടികൾ നടത്തുന്നതിനെയും പ്രൈവറ്റ് തങ്ങളുടെ റിലേറ്റീവായിട്ടുള്ള ആൾക്കാർ വരുന്നതിന് ചിലവാക്കുന്നതിനുമൊക്കെ പണം അമേരിക്കൻ പ്രസിഡൻറ്റ് ഇവിടെ പേ ചെയ്തേ പറ്റൂ. ഒരു കാര്യം കേട്ടത്, ബിൽ ക്ലിൻ്റൺ വൈറ്റ് ഹൗസിൽ താമസിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കടം $2 മില്യൺ ആയിരുന്നത് പ്രസിഡൻറ്റ് സ്ഥാനം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയപ്പോൾ $10.6 മില്യൺ അദ്ദേഹത്തിൻ്റെ കടം ഉയർന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. വൈറ്റ് ഹൗസിൻ്റെ നേരെ മുമ്പിൽ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇവിടെയുള്ള വാഷിങ്ടൺ മോണ്യുമെൻറ്റ്. ഈ പാർക്കിനുള്ളിൽ തന്നെ ഉള്ളതാണ് ഈ വാഷിങ്ടൺ മോണ്യുമെൻറ്റ്. 555 അടി ഉയരത്തിൽ പണിഞ്ഞിരിക്കുന്ന മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഈ സ്തൂപം വൈറ്റ് ഹൗസിൻ്റെ നേരെ ഫ്രണ്ടിൽ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് ജോർജ് വാഷിങ്ടൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തല ഉയർത്തി നിലകൊള്ളുന്നു. ഇവിടെ ഇന്ന് വൈറ്റ് ഹൗസിനുള്ളിൽ ഹാളോവീൻ പാർട്ടി നടക്കുകയാണ്. അപ്പം വൈറ്റ് ഹൗസിനുള്ളിൽ പല ഡ്രസ്സുകളൊക്കെ ഇട്ട് കോസ്റ്റ്യൂമുകളൊക്കെ ഇട്ട് കയറാനായിട്ട് ക്യൂ നിൽക്കുന്ന കുട്ടികളെയൊക്കെയാണ് എൻ്റെ പുറകിൽ കാണുന്നത്. എന്തായാലും പുതിയ ഒരു പ്രസിഡൻറ്റിനെ വരവേൽക്കാൻ വൈറ്റ് ഹൗസ് ഒരുങ്ങിക്കഴിഞ്ഞു. അത് ഡൊണാൾഡ് ട്രംപ് ആയാലും ജോ ബൈഡൻ ആയാലും അവരുടെ നയങ്ങൾ, തീരുമാനങ്ങൾ ബാധിക്കുന്നത് അമേരിക്കൻ ജനതയെ മാത്രമല്ല ലോക ജനതയെ മൊത്തത്തിലാണ്. വൈറ്റ് ഹൗസ് വിഭാവനം ചെയ്ത ആൾക്ക് അതിൽ താമസിക്കാൻ പറ്റിയില്ല. അത് ഡിസൈൻ ചെയ്തത് ഒരു ഐറിഷുകാരനാണ്. അതിൻ്റെ പുറകിൽ അധ്വാനിച്ചത് ആഫ്രിക്കൻ അമേരിക്കൻ അടിമകളാണ്. അമേരിക്കയുടെ കാര്യവും അതുപോലെ തന്നെയാണ്. ഇന്നത്തെ അമേരിക്കയാക്കിയത് പല നാട്ടിൽ നിന്ന് ഇവിടേക്ക് കുടിയേറി പാർത്തവർ, പല മതത്തിൽപ്പെട്ടവർ, പല ജാതിയിലുള്ളവർ, പല നിറത്തിൽപ്പെട്ടവർ, അവരുടെ കഠിനാധ്വാനമാണ് അമേരിക്കയെ ഇന്നത്തെ നിലയിലാക്കിയത്. ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതി ആ രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല, അത് മനുഷ്യരാശിയുടെ പുരോഗതിയാണ്. ഒരു മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ആർക്കും ഇത് എൻ്റെ മാത്രം മണ്ണാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ 6 അടി മണ്ണിൽ ആ മണ്ണ് നമ്മളെല്ലാം സ്വന്തമാക്കും. അത് അടിമയാണെങ്കിലും അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും. മറ്റൊരു വീഡിയോയുമായി ഇനി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ബൈ.